കുണിയയിൽ, കാസർഗോഡ് കുണിയയിൽ മനോഹരമായ പന്തലൊരുങ്ങുകയാണ്. മനോഹരമായ മൈതാനം നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ധനാഢ്യനായ ഇബ്രാഹിം ഹാജി എന്ന് പറയുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമ സമ്പത്തിന്റെ വലിയൊരു വിഹിതം ചെലവഴിക്കുകയാണ്. അടുത്ത ഫെബ്രുവരി, അടുത്ത മാസം 8-ാം തീയതിയോടുകൂടെ, കൃത്യമായി പറഞ്ഞാൽ ഒരു മാസം പൂർത്തിയാകുമ്പോ മലയാളക്കരയിൽ ഒരു മഹാസംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. 100 ആണ്ട് പൂർത്തിയാക്കുന്ന മഹാപ്രസ്ഥാനത്തിന്റെ 100 ആണ്ട് തികയുന്നതിന്റെ വിളംബരം പ്രഖ്യാപിക്കുന്ന മഹാസംഗമം. എത്ര ലക്ഷങ്ങൾ അവിടെ എത്തിപ്പെടും എന്ന് കണക്ക് കൊണ്ട് ഇപ്പോൾ തന്നെ തീർക്കാൻ ആർക്കും കഴിയില്ല. അതിനുള്ള ഒരുക്കം നടത്തുകയാണ്. ഇതുപോലെയുള്ള കൂട്ടായ്മയാണ്. മഹാനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു നമ്മുടെ നാട്ടിൽ. ഈ കുട്ടികൾ കാണാത്ത ഒരു മനുഷ്യൻ, ഇവിടെയുള്ള പുതുതലമുറക്ക് കാണാൻ ഭാഗ്യമില്ലാത്ത ഒരു മഹാമനുഷ്യ. ഏതാണ്ട് 30 കൊല്ലം മുമ്പ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാനായ ഒരു പണ്ഡിതവര്യൻ, ഋഷിതുല്യമായി ജീവിച്ച പാണ്ഡിത്യത്തിന്റെ നിറകുടം. പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇവിടെയുള്ള പലരും ആ മനുഷ്യനെ കുറിച്ച്. ആ മനുഷ്യന്റെ നാമം അന്ത്യനാൾ വരെ നിലനിൽക്കണം. അത് അള്ളാഹുവിന്റെ തിരുനാമാണ്. ആ പേര് ഈ ലോകം നിലനിൽക്കുന്ന കാലത്തോളം ലോകത്തിന്റെ മുമ്പിൽ ഉയർന്നു കേൾക്കണം. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അങ്ങനെ നിലനിൽക്കുമെന്ന് പറഞ്ഞത് ഇവരൊക്കെ മനപ്പാഠമാക്കി വെച്ച പരിശുദ്ധ ഖുർആനാണ്. അള്ളാഹുവിന്റെ അംഗീകാരം ലഭിച്ചാൽ ഭൂമിയിലുള്ളവർ അംഗീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ അംഗീകാരം ലഭിച്ചാൽ ഭൂമിയുള്ളവർ അംഗീകരിച്ചുകൊണ്ടേയിരിക്കും. ആ അംഗീകാരത്തിന്റെ ഉദാഹരണമാണ് ഈ നാമകരണത്തിന്റെ പിന്നിൽ പോലുമുള്ള ചേതോവികാരം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ. മനുഷ്യ മനസ്സുകളിൽ ആളുകൾക്ക് ഇടം കിട്ടണമോ? ആളുകളുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം ലഭിക്കണമോ? മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് അംഗീകാരം കിട്ടണമോ? ഒന്നാമതായി വേണ്ടത് നിങ്ങൾ സുഹൃതം ചെയ്ത സത്യവിശ്വാസികളായിരിക്കണം. അത് പറഞ്ഞത് പരിശുദ്ധ ഖുർആനാണ്. സുഹൃതം ചെയ്ത ഒരു സത്യവിശ്വാസിയുടെ പേരാണ് ശൈഖുന ശംസുൽ ഉലമ എന്നുള്ളത്. അദ്ദേഹം ചെയ്ത സുഹൃതം അറിവ് പകർന്നു കൊടുത്തു എന്ന് മാത്രമല്ല, അനേകം ആളുകൾക്ക് തന്റെ അറിവിന്റെ നിറകിടം പകർന്നു കൊടുത്തു എന്ന് മാത്രമല്ല, ഒരു മഹാപ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവന്ന് ഈ നാട്ടിലുള്ള മുസ്ലിം ഉമ്മത്തിനെ അഭിമാനബോധമുള്ള ഒരു ജനസഞ്ചയമാക്കി മാറ്റിയെടുത്തതിൽ ശൈഖുന ശംസുൽ ഉലമ വഹിച്ച പങ്ക് ചെറുതല്ല. 40 ആണ്ട് എന്ന് പറയുന്നത് ചെറിയ കാലമല്ല. 4 പതിറ്റാണ്ടെന്ന് പറയുന്നത് കുറഞ്ഞ കാലയളവല്ല. 40 കൊല്ലം തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗമാണ്. ആ സിംഹഭാഗവും മഹാനായ ശൈഖുന ശംസുൽ ഉലമ ചെലവഴിച്ചത് ഒരു മഹാപ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ആ പ്രസ്ഥാനം 100 ആണ്ട് തികക്കാൻ കൃത്യമായി ഒരു മാസം ബാക്കിയുള്ളപ്പോഴാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയത്. യാദൃച്ഛികമായിരിക്കാം. അങ്ങ് കുണിയയിൽ, കാസർഗോഡ് കുണിയയിൽ മനോഹരമായ പന്തലൊരുങ്ങുകയാണ്. മനോഹരമായ മൈതാനം നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ധനാഢ്യനായ ഇബ്രാഹിം ഹാജി എന്ന് പറയുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമ സമ്പത്തിന്റെ വലിയൊരു വിഹിതം ചെലവഴിക്കുകയാണ്. അടുത്ത ഫെബ്രുവരി, അടുത്ത മാസം 8-ാം തീയതിയോടുകൂടെ, കൃത്യമായി പറഞ്ഞാൽ ഒരു മാസം പൂർത്തിയാകുമ്പോ മലയാളക്കരയിൽ ഒരു മഹാസംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. 100 ആണ്ട് പൂർത്തിയാക്കുന്ന മഹാപ്രസ്ഥാനത്തിന്റെ 100 ആണ്ട് തികയുന്നതിന്റെ വിളംബരം പ്രഖ്യാപിക്കുന്ന മഹാസംഗമം. എത്ര ലക്ഷങ്ങൾ അവിടെ എത്തിപ്പെടും എന്ന് കണക്ക് കൊണ്ട് ഇപ്പോൾ തന്നെ തീർക്കാൻ ആർക്കും കഴിയില്ല. അതിനുള്ള ഒരുക്കം നടത്തുകയാണ്. ആ മഹാപ്രസ്ഥാനത്തിന്റെ 100 ആണ്ട് തികയാൻ ഒരു മാസം ബാക്കിയുള്ളപ്പോ അതിന്റെ ആഘോഷത്തിന് വേണ്ടി നാളുകളെണ്ണി വിശ്വാസി സമൂഹം കാത്തുകൊണ്ടിരിക്കുമ്പോ ആ മഹാപ്രസ്ഥാനത്തെ വാനോളം ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച പണ്ഡിത കുടുംബത്തിലെ മഹാഗുരുവിന്റെ നാമധേയത്തിലുള്ള ഒരു സ്ഥാപനം അതിന്റെ 10-ാം വാർഷികം ആഘോഷിക്കുന്നത് യാദൃച്ഛികമായിരിക്കാം. എന്നാൽ അതിലും തിര ആകർഷികമായ, യാദൃച്ഛികമെന്ന് പറയുമ്പോ തന്നെ അതിലും ചില ആത്മീയമായ കൂടിച്ചേരലുകൾ ഉണ്ട് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു. ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങൾ
ആ ആലിമീങ്ങളിലൂടെ മലയാളി മുസ്ലിമീങ്ങൾക്ക് കിട്ടിയ മതബോധം, ആ മതബോധം വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഇവിടെയുള്ള സമ്പന്നരും ഉമറാക്കളും സാധാരണക്കാരും കാണിച്ച സഹകരണ മനോഭാവം മലയാളികളെ മാറ്റി നിർത്തിയ വലിയ പങ്കാണ് ഈ കൂട്ടായ്മയിലൂടെ രൂപപ്പെട്ടത് എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ. അതിന്റെ ഉദാഹരണങ്ങൾ തേടി, അതിന്റെ മഹത്വം തേടി അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് പോയാലാണ് അതിന്റെ വില അറിയുക. തമിഴ്നാട്ടിലും കർണാടകയിലും ഉത്തരേന്ത്യയിലുമൊക്കെ മതമുണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുന്ന പലരും നമ്മുടെ വേദിയിൽ വന്നിരുന്നു. പ്രിയപ്പെട്ട ഹുദവിയെ പോലെയുള്ള ആളുകൾ അവർക്ക് ബാലപാഠം പഠിപ്പിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ ചെന്നിട്ട് മുസ്ലിമാണെന്ന് പറയുന്ന കുടുംബത്തിലുള്ള കുട്ടികളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നിട്ട് മതത്തിന്റെ ബാലപാഠം പഠിപ്പിക്കുകയാണ്. നിസ്കാരത്തിന്റെ ഷർത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഖുർആൻ ഓതുന്നതിന്റെ രീതി എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. 21-ാം നൂറ്റാണ്ടിന്റെ കാൽഭാഗം കഴിഞ്ഞ് കിടക്കുമ്പോഴും അറബി ഭക്ഷണങ്ങൾ കൂട്ടിവായിക്കാൻ അറിയാത്ത അനേക കോടി ആളുകളുണ്ട് മുസ്ലിം എന്ന പേരിൽ നമ്മുടെ രാജ്യത്തെ എന്നുള്ളതാണ് നമ്മൾ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ടത്. ഒന്നും രണ്ടുമല്ല, അനേക കോടി മനുഷ്യരുണ്ട് നമ്മുടെ രാജ്യത്ത്. അറബി അക്ഷരങ്ങൾ കൂട്ടിവായിക്കാൻ അവർക്കറിയില്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ മനഃപ്പാഠമാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. വുദു എടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അവർക്കറിയില്ല. ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കേണ്ട രീതി അവർക്കറിയില്ല. എന്നാലോ പരമ്പരാഗതമായി അവര് മുസ്ലിം കുടുംബത്തിലെ അംഗങ്ങളാണ്. 8 നൂറ്റാണ്ട് മുസ്ലിങ്ങൾ ഭരിച്ച ഡൽഹിയിലാണ് അവരുടെ വീട്. നൂറ്റാണ്ടുകളോളം നൈസാമുമാരുടെ മനോഹരമായ ഭരണമുണ്ടായിരുന്ന ഹൈദരാബാദിലാണ് അവരുടെ താമസം. നൂറ്റാണ്ടുകളോളം മുസ്ലിങ്ങൾ ഭരിച്ച ബംഗാളിന്റെ ഗ്രാമങ്ങളിലാണ് അവര് പാർക്കുന്നത്. പറഞ്ഞിട്ടെന്ത് കാര്യം? പരിശുദ്ധ ഇസ്ലാമിന്റെ ബാലപാഠം പോലും പഠിക്കാൻ അവർക്ക് അവസരം ഉണ്ടായില്ല. എന്തിനങ്ങോട്ട് പോകണം? നമ്മുടെ തൊട്ടടുത്താണല്ലോ മൈസൂർ. ടിപ്പു സുൽത്താന്റെയും ഹൈദർ അലിയുടെയും മനോഹരമായ ഭരണത്തിന് നിമിത്തമായിരുന്ന മൈസൂർ പട്ടണത്തിൽ പോയി അങ്ങാടിയിൽ നിന്ന് റിക്ഷ വലിക്കുന്ന താടി വെച്ച തൊപ്പി വെച്ച മനുഷ്യരോട് പോലും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. അവരുടെ പൈതൃകം പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ പഴക്കമുള്ള മുസ്ലിം കുടുംബമാണ് അവരുടെ പൈതൃകം. മതരംഗത്തെ അവരുടെ ബോധം പരിശോധിച്ചാൽ ഇവിടെയുള്ള പ്രാഥമിക മദ്രസയിലെ 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ വിവരം പോലും ഇല്ലാത്ത അജ്ഞരാണവര് എന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കും. ഇവിടെയാണ് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. മലയാളക്കരയിൽ കോടാനുകോടി മുസ്ലിങ്ങളില്ല. മലയാളക്കരയിൽ നൂറ്റാണ്ടുകാലം മുസ്ലിങ്ങൾ ഭരിച്ചിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് ഒരുപക്ഷെ മുസ്ലിം ഭരണം കടന്നു വരാത്ത ഒരു സംസ്ഥാനം. നാട്ടുരാജാക്കന്മാർ പലയിടങ്ങളിലും ഭരണം നടത്തിയപ്പോഴും മുഗളരും ഖിൽജി വംശവും തുഗ്ലക് വംശവും അടിമ വംശവുമൊക്കെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പല ഭാഗങ്ങളും ഭരിച്ചിരുന്ന നൂറ്റാണ്ടുകളുടെ കഥ പറയുമ്പോഴും ആ കൂട്ടത്തിൽ ഒരിക്കൽ പോലും ഇടം കിട്ടാത്ത നാടാണ് നമ്മുടെ മലയാള നാട്. വേലുത്തമ്പി ദളവ നാട് ഭരിച്ചിരുന്ന മണ്ണ്, പഴശ്ശി രാജാവ് അടക്കി ഭരിച്ചിരുന്ന മണ്ണ്, ഒരുപാട് കാലം സാമൂതിരി ഭരിച്ചിരുന്ന മണ്ണ്. ആ കൂട്ടത്തിൽ ഒരു അടിമ വംശത്തിലെ രാജാവില്ല. ആ കൂട്ടത്തിൽ ഒരു തുഗ്ലക് വംശത്തിന്റെ പ്രതിനിധിയില്ല. ആ കൂട്ടത്തിൽ ഒരു മുഗളന്മാരുടെ പേര് പറയാൻ നമുക്കില്ല. അധികാരത്തിന്റെ ശീതളിമയിൽ ഇസ്ലാം വളർന്നു വന്ന നാടാണ് മലയാളക്കര എന്ന് പറയാനുള്ള പഴുതില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്നിട്ടും ഇന്ത്യ രാജ്യത്തല്ല, ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ യഥാർത്ഥ മുസ്ലിമിന്റെ ഉദാഹരണം കാണിക്കണോ എന്ന് ചോദിച്ചാൽ തൊട്ട് കാണിക്കാനുള്ള ഉദാഹരണമുണ്ട് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങളിൽ. പരിശുദ്ധ ഹറമിലെ 5 നേരത്തെ നിസ്കാരത്തിന് സഫ് കിട്ടുന്ന ഉംറക്ക് പോയ അനേകായിരങ്ങൾ ഒരുമിച്ച് കൂടുന്ന വേളയിൽ ആ നിൽക്കുന്ന സഫിലുള്ള മുസൽമാന്മാരുടെ കൂട്ടത്തിൽ മലയാളികൾ എവിടെ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വിധം നമുക്ക് സാധ്യമാകുന്ന അറിവുള്ളവരാണ്. ഉംറക്ക് പോകുന്ന പണ്ഡിതനല്ല, ഉംറക്ക് നേതൃത്വം കൊടുക്കുന്ന അമീറല്ല, ഉംറ ചെയ്യാൻ വേണ്ടി അമീറിന്റെ കൂടെ പോകുന്ന പാടത്ത് പണിയെടുക്കുന്ന മലയാളക്കരയിലെ സാധാരണക്കാരായ മുസ്ലിം, പാടത്ത് പണിയെടുത്തുണ്ടാക്കിയ പണം കൊണ്ട് പരിശുദ്ധ ഉംറക്ക് പോകുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനായ സഹോദരി,
ആ സഹോദരിയെ കണ്ടാൽ അറിയാം അത് ഏത് നാട്ടുകാരനാണ്, ഏത് നാട്ടുകാരിയാണ്, മലയാളിയാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? അവരുടെ മതരംഗത്തുള്ള അച്ചടക്കം കണ്ടിട്ട്, ആരാധനകളിലുള്ള കണിശത കണ്ടിട്ട്, ശുഷ്കാന്തി കണ്ടിട്ട്, ഇബാദത്തുകളിൽ പ്രകടിപ്പിക്കുന്ന ശുഷ്കാന്തി കണ്ടിട്ട് ബോധ്യപ്പെടുന്നുവെങ്കിൽ അതുണ്ടാക്കിയെടുത്തതിന്റെ പൈതൃകം പരതണം നമ്മൾ. ആ പൈതൃകം അന്വേഷിച്ചു പോയാൽ നമുക്ക് കാണാം അത് ടിപ്പു സുൽത്താന്റെ, ഹൈദരലിയുടെ, നെൽസാന്മാരുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തുഗ്ലക്കിന്റെയോ മുഗളരുടെയോ ഖിൽജി വംശത്തിന്റെയോ അടിമ വംശത്തിന്റെയോ ആ അധികാരത്തിന്റെ ശീതളിമയിലൂടെ വളർന്നു വന്നതിന്റെ പാരമ്പര്യമല്ല. പകരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധമായ ദീനുമായി കടന്നു വന്ന ചേരമാൻ പെരുമാളിന്റെ അനുഗ്രഹത്തോടും സമ്മതത്തോടും കൂടി കൊടുങ്ങല്ലൂരിലേക്ക് വന്ന ആദ്യ പ്രബോധക സംഘത്തിലെ സഹാബാക്കൾ എന്ന് ബഹുഭൂരിഭാഗം അവകാശപ്പെടുന്ന താബീകളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയത്തിനും അവകാശമില്ലാത്ത മഹാനായ മാലിക് ബിൻ ദീനാറിൽ നിന്ന് തുടക്കം കുറിക്കുന്ന ആ ശൃംഖലയിലെ മതപണ്ഡിതരുടെ നേതൃത്വമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. അതിനെ അവഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല. പരിശുദ്ധ ഇസ്ലാമിന്റെ തനിമ സംരക്ഷിക്കുന്നതിൽ മലയാളികളെ പ്രാപ്തമാക്കിയ ഏറ്റവും വലിയ സംഘ സംവിധാനമാണ് ഈ പണ്ഡിത നിര. നൂറ്റാണ്ടുകളോളം അത് അതേ രീതിയിൽ തുടർന്നു വന്നു. 13 നൂറ്റാണ്ട് കാലം ആരും എതിർക്കാനില്ലാത്ത വിധം തുടർന്നു പോന്നു. മമ്പുറം തങ്ങൾ ആ ശൃംഖലയിൽ വന്നു. മഹ്ദൂം കുടുംബം ആ ശൃംഖലയിൽ വന്നു. മഹ്ദൂം കുടുംബം വിരചിച്ച, അവരുടെ കൈപ്പടയിൽ എഴുതിയുണ്ടാക്കിയ ചരിത്ര ഗ്രന്ഥങ്ങൾ മാത്രമല്ല, അവരെഴുതിയ ആധികാരികമായ ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ ഫത്ഹുൽ മുഈൻ. പാറക്കടവിന്റെ മണ്ണിൽ വന്നുകൊണ്ട് ഫത്ഹുൽ മുഈന്റെ മഹത്വം പറയാൻ ഞാൻ ആളല്ല. എനിക്കറിയാം മഹാപണ്ഡിത ഗുരുവിന്റെ ദർസിന് സാക്ഷിയായ മണ്ണാണ് പാറക്കടവിന്റെ മണ്ണ്. അനേകം മഹാപണ്ഡിതന്മാരുടെ ദർസിന് നേതൃത്വം കൊടുത്ത വലിയ പണ്ഡിതന്മാരെ വാർത്തെടുത്ത മണ്ണാണ് പാറക്കടവിന്റെ മണ്ണ്. അവരൊക്കെയും ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന ആധികാരിക ഫിഖ്ഹി ഗ്രന്ഥം അത് ഫത്ഹുൽ മുഈനാണ്. അറബി നാട്ടിലെ ഒരു പണ്ഡിതൻ എഴുതിയ ഫിഖ്ഹി ഗ്രന്ഥമല്ലത്. അങ്ങ് ബഗ്ദാദിൽ നിന്ന് രചിച്ച് പ്രിന്റ് ചെയ്തുണ്ടാക്കിയ ഗ്രന്ഥമല്ലത്. അത് മദീനയിലും മക്കയിലുമുള്ള പണ്ഡിതൻ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമല്ല. മലയാള മണ്ണിൽ മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിൽ പാർത്തിരുന്ന മഹാപണ്ഡിത ഗുരു സൈനുദ്ദീൻ മഖ്ദൂം എന്ന പണ്ഡിത ഗുരുവു മലയാളക്കരയിൽ നിന്ന് എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ആധികാരികമായ ഫിഖ്ഹി ഗ്രന്ഥം. ഷാഫി മദ്ഹബിലെ ഈ ഗ്രന്ഥം ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള സർവകലാശാലകളിൽ പോലും പാഠ്യപദ്ധതിയിലെ ഒരു ഘടകമായി അംഗീകരിക്കാൻ മാത്രം ഉയർന്ന നിലവാരമുള്ള ഒരു വലിയ ഗ്രന്ഥമാണെന്ന് പറയുമ്പോ മലയാളികളുടെ മതപാരമ്പര്യത്തിന്റെ ആഴം മനസ്സിലാക്കാൻ അത് മതി. ഞാൻ സൂചിപ്പിച്ചത് മഖ്ദൂം കുടുംബങ്ങളിലൂടെ കൈമാറിയ, മമ്പുറം തങ്ങളിലൂടെ കൈമാറിയ, ഉമർ ഖാദിയിലൂടെ കൈമാറിയ മഹാനായ നമ്മുടെ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തു പോയ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പിതാവ് PMSA പൂക്കോയത്തങ്ങൾ, ആ പൂക്കോയത്തങ്ങളുടെ വല്യുപ്പ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ ഉൾക്കൊള്ളുന്ന കൊടപ്പനക്കലെ തറവാട്ടിലെ കഴിഞ്ഞ കാല മഹാരഥന്മാരിലൂടെ കൈമാറി കിട്ടിയ ബാഫക്കിത്തങ്ങൾ എന്ന മഹാമനീഷിയിലൂടെ മലയാളികൾക്ക് കൈമാറി കിട്ടിയ ആ മനോഹരമായ പൈതൃകമുണ്ടല്ലോ, ആ പൈതൃകമാണ് മലയാളി മുസ്ലിമീങ്ങളുടെ സ്വത്വം രൂപപ്പെടുത്തിയെടുത്തതിൽ, അസ്തിത്വം സംരക്ഷിച്ചതിൽ, ആദർശം നിലനിർത്തിയതിൽ, പാരമ്പര്യത്തെ കാത്തുവെച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. 100 കൊല്ലം മുമ്പ് ആ ദൗത്യം ഏറ്റെടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അത് ദീന് പറഞ്ഞു 100 കൊല്ലം ദീന് വളർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. പള്ളി ദർസുകളിലൂടെ അത് അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ അറബി കോളേജുകളിലൂടെ, റഹ്മാനിയ അറബി കോളേജിന് വെള്ളവും വളവും കൊടുത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ജാമിഅ നൂരി അറബി കോളേജിന് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയവരാണ് മലയാളക്കരയിലെ മുസ്ലിം ബഹുജനങ്ങള്, ഉമറാക്കള്, സമ്പന്നര്. ഈ നാട്ടിലുള്ള ഉമറാക്കൾ ഇങ്ങനെ പണ്ഡിതരോട് ചേർന്ന് നിന്നപ്പോൾ ഉണ്ടായതാണ് ഈ മനോഹരമായ ഇസ്ലാമിക പാരമ്പര്യം. അൽഹംദുലില്ലാ, എത്ര കാലം കഴിഞ്ഞാലും അത് കൈവിട്ടു കൊടുക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് വിളിച്ചു പറയുകയാണ്
പാറക്കടവിന്റെ മണ്ണിൽ ഈ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രിയപ്പെട്ട സഹോദരിമാർ, പരിശുദ്ധ ഖുർആൻ തലമുറകളിലൂടെ നിലനിൽക്കും. കടലാസുകൾ കത്തിച്ച് കളഞ്ഞാലും ഇവിടെയുള്ള മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ച ആ കിതാബുകളൊക്കെ നശിപ്പിക്കപ്പെട്ടു പോയാലും മനുഷ്യ ഹൃദയങ്ങളിലൂടെ അത് സംരക്ഷിക്കാൻ ഞങ്ങളും പങ്കാളിത്തം വഹിക്കുന്നു എന്നാണ് ശംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററിലൂടെ നിങ്ങൾ ഇവിടെ നടപ്പിലാക്കിയ ഹിഫ്ദ് ഖുർആനിലൂടെ ഇവിടെ അന്വർത്ഥമായിരിക്കുന്നു.